പരമായിട്ട് പറഞ്ഞാൽ ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ജനവിഭാഗങ്ങളൊന്നാണ് കൊച്ചുകുട്ടികളെന്ന് പറയുന്നത്. കാരണം അവരുടെ മനസ്സെപ്പോഴും എന്താ പറയുക, പളുങ്ക് മനസ്സാണ്. ആ മനസ്സുപോലെ തന്നെയാണ് സാധാരണഗതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രായമായി കഴിഞ്ഞാൽ കുട്ടികളുടെ മനസ്സെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ കുട്ടികളുടെ മനസ്സുമായിട്ടിരിക്കുന്ന ഇവിടെ ഓരോരുത്തർക്കും ഞാൻ ഒരിക്കൽ കൂടി എൻ്റെ എന്താ പറയുക ഹൃദയംഗമായ കൂപ്പുകൈ. ഒപ്പം നമ്മുടെ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന സോമൻ സാറ്, നമ്മുടെ ഈ ചടങ്ങിൽ നിങ്ങൾക്ക് കുറച്ച് കൗൺസിലിംഗ് നടത്താനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഷിബു സാറ്, അതുപോലെ നമ്മുടെ ഈ ചടങ്ങിന് മനോഹരമായ ആലുവയും പ്രാർത്ഥനാഗീതം നൽകിയ ശങ്കരനാരായണൻ സാറ്, എല്ലാവർക്കും വിനീതമായ കൂട്ടുകയും പറഞ്ഞുകൊണ്ട് ഞാൻ അച്ഛനമ്മമാർ അല്ലെങ്കിൽ വയോജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് നമ്മുടെ സമൂഹത്തിലൊരു നിയമമുണ്ട്. കേന്ദ്ര സർക്കാർ 2007 ആവിഷ്കരിച്ച മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പേരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺസ് എന്നാണ് ആ നിയമത്തിൻ്റെ പേര്. എനിക്ക് തോന്നുന്നു നിങ്ങളിൽ ഇരിക്കുന്ന പലർക്കും ആ നിയമത്തെക്കുറിച്ച് അറിവുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. അറിവുണ്ടോ? ആദ്യമായിട്ട് കേൾക്കുന്നത് വൽക്കരണം ആണ് ഇന്ന് ജനമൈത്രി സുരക്ഷ പോലീസിൻ്റെ നേതൃത്വത്തിലുള്ള ജനമൈത്രി സുരക്ഷ യുടെ ഭാഗമായിട്ടാണ് ഈ ഒരു കൂട്ടായ്മ നമ്മുടെ സംസ്ഥാനത്തുടനീളം എല്ലായിടത്തും സംഘടിപ്പിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് നോർത്ത് പോലീസ് സ്റ്റേഷനിലെ ലിമിറ്റിൽ വരുന്ന ആൾക്കാരെ വിളിച്ചുകൂട്ടി. പ്രത്യേകിച്ച് രക്ഷിതാക്കൾ എന്ന് പറയുമ്പം വലിയ പ്രായമൊന്നും വേണമെന്നില്ല. രക്ഷിതാക്കളും ഒപ്പം വയോജനങ്ങളുടെയും അവരുടെ അവകാശത്തെക്കുറിച്ച് ഈ ബോധവൽക്കരണം നടത്തണമെന്നുള്ളതാണ് പ്രധാന ഉദ്ദേശം. അതിനുമുപരി നിങ്ങളെയൊക്കെ ഇങ്ങനെ കാണുവാനും സംസാരിക്കുവാനും നിങ്ങളുടെ പ്രയാസങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ അത് കേൾക്കുവാനും സന്തോഷമേ ഉള്ളൂ. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന രക്ഷിതാക്കളൊക്കെ തന്നെ വളരെ പ്രസന്നവാദങ്ങളായിട്ടാണ് ഇരിക്കുന്നത്. കാരണം വീട്ടിലൊന്നും വലിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നേരിടാത്തവരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എല്ലാവരുടെയും മുഖമൊക്കെ വളരെ പ്രസന്നമായിട്ടിരിക്കുന്നു. നല്ല കാണാൻ കൊള്ളാം, നല്ല ഭംഗിയുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് കേട്ടില്ല. ഇതിപ്പോ ബിരിയാണി കഴിച്ചതുപോലെ ആയിപ്പോയി. എങ്കിൽ പോലും ഞാൻ ഈ നിയമവുമായി ബന്ധപ്പെട്ട് ചുരുങ്ങിയ രീതിയിൽ അതിൻ്റെ ഒരു അവബോധന ക്ലാസ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചു, 2007 ഭാരത സർക്കാർ വയോജനങ്ങളുടെയും രക്ഷിതാക്കളുടെയും സംരക്ഷണത്തിനായിട്ട് നിലവിൽ കൊണ്ടുവന്ന ഒരു നിയമമാണ് വയോജന സംരക്ഷണ നിയമം. രക്ഷിതാക്കളുടെയും വയോജനങ്ങൾ ഇത് 2007 ആ നിയമം പ്രാബല്യത്തിൽ വരുന്നത്. കേരളത്തിൽ അത് നടപ്പാക്കുന്നത് 2008. അപ്പോൾ 2008 മുമ്പുള്ള കാലത്തിന് ഇതിന് യാതൊരു നിയമ പ്രാബല്യവും ഇല്ല എന്നുള്ളതാണ് എൻ്റെ വാസ്തവം. അതായത് ഞാൻ പറഞ്ഞു, ഇതിനകത്ത് 2 കാറ്റഗറിയുണ്ട്. അതായത് രക്ഷിതാക്കൾ എന്നൊരു കാറ്റഗറി ഉണ്ട്. ഇപ്പോൾ 40 വയസ്സുള്ള ഒരാൾ രക്ഷിതാവ്, അല്ലെങ്കിൽ 35 വയസ്സുള്ള ഒരാൾ രക്ഷിതാവ്. രണ്ടാമത്തെ കാറ്റഗറി വയോജനങ്ങളാണ്, സീനിയർ സിറ്റിസൺസ് ആണ്. ആ കാറ്റഗറിയിൽ വരുന്നതെന്ന് പറഞ്ഞാൽ അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആൾക്കാർ. അപ്പോൾ ഈ 2 വിഭാഗത്തിലുള്ള ആൾക്കാർക്കും സംരക്ഷണം ആവശ്യമാണ്. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ വരുന്ന പരാതികളിൽ ഒരു നിശ്ചിത ശതമാനം, അതായത് തൻ്റെ കുട്ടികൾ തന്നെ നോക്കുന്നില്ല എന്നുള്ളതുമായി ബന്ധപ്പെട്ട പരാതികളാണ്. ഇതുപോലെ നിരവധി സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ആയതുമായി ബന്ധപ്പെട്ട പരാതികളുമുണ്ട്. നമുക്കെന്താ ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ ഇത്തരം ഒരു പ്രയാസം നേരിട്ട് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു കോടതി എന്ന് പറയുന്നത്, ഒരു പ്രാഥമിക കോടതി എന്ന് പറയുന്നത് നമ്മുടെ റവന്യൂ ഡിവിഷണൽ മജിസ്ട്രേറ്റ് RD ഓഫീസറാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി സമർപ്പിക്കേണ്ടത്. ഞാൻ അതാണ് ഈ സീനിയർ സിറ്റിസനെ നോക്കാൻ ഉത്തരവാദിത്തപ്പെട്ട മക്കളെന്ന് പറയാ രക്ഷിതാക്കൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആരും ഒരുപാട് മക്കളും. പക്ഷെ സീനിയർ സിറ്റിസന്റെ കാര്യത്തിൽ വിവാഹം കഴിക്കാത്തവരാണെങ്കിൽ
അവരുടെ ഈ പറയുന്ന ബന്ധു എന്ന് പറയുന്ന കാറ്റഗറി, അത് ആ കാറ്റഗറി മനസ്സിലാക്കിയെന്ന് ഞാൻ കരുതുന്നു. അവർക്ക് എന്താണ് സ്വത്ത് വിഹിതത്തിന് അർഹതയുള്ളവരായിരിക്കും എപ്പോഴും അവരുടെ ബന്ധുമിത്രാദികൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇത്തരത്തിലൊരു പരാതിയുണ്ട്. എൻ്റെ മകൻ എൻ്റെ മകൾ എന്നെ നോക്കുന്നില്ല, എനിക്ക് ജീവനാംശം കിട്ടണം, അതിന് എനിക്ക് മറ്റു മാർഗങ്ങളില്ല. എനിക്ക് വരുമാനമുണ്ടെങ്കിൽ കുഴപ്പമില്ല, എൻ്റെ വരുമാനം അത് സ്വന്തമായി ഉപയോഗിക്കാൻ കഴിയാത്തൊരവസ്ഥയാണെങ്കിൽ മാത്രമാണ് ഞാൻ പറയുന്നത്. എല്ലാം അവരവരുടെ സ്വന്തം കാര്യം കിട്ടാൻ പണക്കുള്ളവരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിയല്ലേ? അത് കേൾക്കുന്ന സന്തോഷമേ ഉള്ളൂ കേട്ടോ. അതാണ് വേണ്ടത്. എന്തോ അതെ 50 ഉള്ളോ? എന്നാലും കുട്ടികളൊക്കെ നോക്കുന്നുണ്ടല്ലോ. അത് മതി, അതല്ലേ അമ്മയുടെ മോളൊക്കെ വളരെ സന്തോഷം. എല്ലാം നന്നായിട്ട് അറിയാം. അല്ല ഞാൻ